ഹേയ് ദിസ് ഇസ് ഷാർലിൻ, വെൽക്കം ബാക്ക് ടു മീറ്റ് ദ ലിൻസ്. അപ്പോൾ ഇന്ന് നല്ല മഴയാണ് ഇവിടെ. യു കെയിലെ ക്ലൈമറ്റ് ഒട്ടും തന്നെ പ്രഡിക്റ്റബിൾ അല്ല. ഇന്ന് ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. എൻ്റെ ഷിഫ്റ്റ് 8 to 8 ആണ്. അപ്പോൾ ഞാൻ 8 o'clock ആൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ക്ലോക്ക് ഔട്ട് ചെയ്ത് വീട്ടിലോട്ട് ഓടാനായിട്ട്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഓഫ് ആയതുകൊണ്ട് ഇന്ന് എല്ലാവരോടും ആയിട്ടോ എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നത്. ഞങ്ങൾ ഓടി വീട്ടിലോട്ട് ചെല്ലട്ടെ. ഞാൻ 12 hours ഷിഫ്റ്റ് ആയതുകൊണ്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേനും എൻ്റെ കാര്യത്തിനൊരു തീരുമാനമാവും. എനിക്കാണെങ്കിൽ ഇന്ന് നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. അപ്പോൾ പൊന്നു ഉച്ചത്തെ ചോറും നല്ല ബീഫ് അച്ചാറും നല്ല പരിപ്പ് കറിയും കൂടി ഇങ്ങനെ കുഴയ്ക്കുന്ന മണം എൻ്റെ മൂക്കിലോട്ടടിച്ചു. ഞാൻ ഓടിച്ചെന്ന് അവളുടെ നിന്ന് 2 ഉരുളയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ടേസ്റ്റും നല്ല എരിവുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് ഫ്രഷായി വന്നപ്പോൾ നല്ല കടുപ്പത്തിനൊരു ചായ അതെനിക്ക് നിർബന്ധമാണ്. അതൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ബാക്കി പരിപാടിയിലോട്ട് കിടക്കുവാണ്. എനിക്ക് നാളെ ഓഫാണ്. ഇങ്ങനെ ഓഫ് ഡേയ്സിൽ ഞങ്ങളിവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുക്കിംഗ് ഒക്കെ ആയിട്ട് ഒരുമിച്ച് കൂടാറുണ്ട്. ഇവിടെ നമുക്ക് ഫാമിലി ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ട്സ് നമുക്ക് ഫാമിലി പോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഓഫ് ഡേയ്സിൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടി കുക്കിംഗ് ഒക്കെ ചെയ്ത് അതൊരു ഫാമിലി ഫീൽ തന്നെയാണ്. അപ്പോൾ കുറച്ച് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല മസാലാസും നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒക്കെ ഇട്ട് കുറച്ച് തൈര് ഒഴിച്ച് അത് കുക്കറിൽ ഒരു 4 വിസിന് വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ കുക്കറിലാട്ടോ ബീഫ് ഉണ്ടാക്കുന്നത്. അതങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരാഗ്രഹം കുറച്ച് പാനിപ്പൂരി കഴിച്ചാലോ എന്ന്. പാനിപ്പൂരിയുടെ കിറ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറച്ച് നാളായി. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അത് വൈകിക്കണ്ടെന്ന്. അപ്പം ഞാൻ കുറച്ച് മസാലയൊക്കെ ആക്കി എടുക്കുന്നുണ്ടേ. ബിഗ് ബോസ് ഇല്ലാതെ ഞങ്ങൾക്കൊരു ദിവസം പോലും പോകത്തില്ല. ബിഗ് ബോസ് കാണാൻ ഞങ്ങൾ ആരും ഉറങ്ങത്തുമില്ല. അതിൽ വഴക്കും ബഹളവും ഒക്കെ കാണുമ്പോൾ ഒരു നാട്ടിലെ വൈബും ഹോംലി ഫീലുമാണ്. അപ്പോൾ അതിനിടയിൽ കൂടി ഞാൻ പൂരിയൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. ഭയങ്കര എളുപ്പമല്ലേ, വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയല്ലോ. അപ്പം ഞാൻ എല്ലാ പൂരിയും ഫ്രൈ ചെയ്തെടുത്തു. ഇനി കഴിച്ചാൽ മാത്രം മതി. ഒരു പൂരി ഇങ്ങെടുത്ത് കുറച്ച് സവോളയും മസാലയും വെച്ച് ആ പാനിയിൽ മുക്കി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മോനെ അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്കാണെങ്കിൽ പാനിപ്പൂരി ഒത്തിരി ഇഷ്ടവുമാണ്. അപ്പോൾ രാത്രി പാലപ്പത്തിനാട്ടോ ആക്കി വെച്ചത്. ഞാൻ പാലപ്പം നേരത്തെ ചെയ്ത് വെക്കാറില്ല. നേരത്തെ ചെയ്ത് വെച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. സമയമാകുമ്പോൾ ഞാൻ ഓരോന്ന് ചെയ്തെടുക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരൊക്കെ കഴിക്കാൻ ആദ്യമേ ഇരുന്നു. ഞാൻ ചൂടോട് ഓരോന്ന് ചുട്ടെടുത്തുകൊണ്ടിരിക്കുവാണ്. ബസ്സയുടെ എക്സ്പ്രഷൻ കണ്ടോ? കഴിക്കുന്നതിന് മുന്നേ ബസ്സ എക്സ്പ്രഷൻ ഇടും. അത് അവൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പം ഞാൻ ഒരപ്പവും കുറച്ച് ബീഫും എടുത്ത് കഴിക്കാനിരുന്നു. ആ ബീഫിൻ്റെതാണോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മസാലയുടേതാണോ എന്ന് അറിയത്തില്ല. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഞങ്ങളുടെ മിക്ക ഓഫ് ഡേയ്സും ഇങ്ങനെയാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അതൊക്കെയല്ലേ ഇവിടുത്തെ ഒരു ഹാപ്പിനെസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.